എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് വഴുതനങ്ങ കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്കത് കഴിക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറി റെഡിയാക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ 4 വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 വഴുതനങ്ങ അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. പക്ഷേ ഞാനത് കട്ട് ചെയ്യാതെയാണ് ഈ കറി റെഡിയാക്കിയെടുക്കുന്നത്. 2 ചെറുതാണ്. നന്നായിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ചിട്ട് കുറച്ച് മല്ലിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി എടുക്കരുത്. മല്ലി ചേർക്കുക വെച്ചാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു ചെറിയ തീയിലിട്ടിട്ട് ആ മല്ലി ഒന്ന് പൊട്ടി വരുമല്ലോ, ആ സമയത്ത് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മല്ലിയൊക്കെ വറുത്തിട്ട് ഈ കറി റെഡിയാക്കുമ്പം ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മളിത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടല ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല വെച്ചാൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് നാളികേരം, ഇപ്പം ഞാനൊരു 3/4 ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ വറുത്തരച്ച കറി റെഡിയാക്കണ പോലെ നാളികേരം നന്നായിട്ട് അങ്ങോട്ട് ഗോൾഡൻ കളറിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നിറം മാറി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കളറല്ല, കുറച്ചും കൂടി ഒന്ന് മാറണം. ഈ ഒരു കളറാവുമ്പോൾ നമ്മളൊന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാനൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതൊന്നതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വഴുതനങ്ങയ്ക്ക് ഒരു ചൊനയുണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5-6 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ആയി കറി ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത്. നിങ്ങൾക്കിത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ കുറച്ച് നേരം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് അത്രയും മതി കേട്ടോ. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതായതുകൊണ്ട് നന്നായിട്ട് കുടഞ്ഞിട്ട് വെള്ളം കളയാട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ഒരു ഷാലോ ഫ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചില വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കുക വെച്ചാൽ വഴുതനങ്ങ കഴിക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. അത് വലിപ്പമുള്ളത് തന്നെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും കട്ട് ചെയ്യാതിരുന്നത്. ഇനി കറി റെഡിയാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, അത് നന്നായിട്ട് അങ്ങ് ചുരുങ്ങിപ്പോവും. ഇപ്പോൾ അതങ്ങ് വലിപ്പത്തിലിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനതങ്ങ് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് കറി റെഡിയാക്കാം. ഇപ്പം 4 എണ്ണ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് നമ്മൾക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ ആ ഒരു നിറം ഒന്ന് മാറി കിട്ടണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് നിറം മാറി കിട്ടിയാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു സവാള, അപ്പം ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, നീളത്തിലല്ല. ഇതുപോലെ അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി, വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വറ്റൽമുളക് വറുക്കുന്നതിൽ ചേർത്തിട്ടുണ്ട് 4 എണ്ണം. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം തക്കാളി, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചെറുതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളേച്ചാൽ ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ. പുളി കൂടി പോകരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ ആ ഒരു പച്ച ചുവയുണ്ടല്ലോ, അത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ,
നാളികേരവും വറ്റൽമുളകും എല്ലാം ചേർത്ത് അരച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു തിക്കായിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ അത് തന്നെ നമ്മൾ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പം ആ എണ്ണ സൈഡിൽ തെളിഞ്ഞു വരും. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഈ സമയത്ത് വേണം നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ഒഴിച്ചു കറിയല്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമ്മളിതാ ഒന്ന് തിള വന്ന് കഴിയുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. വഴുതനങ്ങ നല്ല വലിപ്പമുണ്ട്, പക്ഷേ കറി റെഡിയാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും വഴുതനങ്ങയൊക്കെ നന്നായിട്ട് അങ്ങ് ചുരുങ്ങി പോകും. ചില വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ് നമ്മൾ കറി റെഡിയാക്കുമ്പോൾ തന്നെ അങ്ങ് വെന്ത് കലങ്ങിപ്പോവും. ഈ വഴുതനങ്ങ അങ്ങനത്തെയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ അങ്ങ് കലങ്ങിപ്പോവും, നമുക്കത് കഴിക്കാൻ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തത്. എന്നിട്ടിതാ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പുണ്ടല്ലോ, എരിവൊക്കെ നമ്മുടെ ആ വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇടയ്ക്ക് ഞാൻ തുറന്നു നോക്കി, ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത വഴുതനങ്ങ നന്നായിട്ട് അങ്ങ് ചുരുങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് അരപ്പ് ഇറങ്ങിയാലാണ് നമുക്ക് ആ വഴുതനങ്ങ കഴിക്കാനായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ശരിക്കും ഇങ്ങനെ താന്ന് പോയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം. അപ്പോൾ പുളിവെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ. ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം ആ പുളിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ ഈ കറിയിലേക്കൊക്കെ നന്നായിട്ട് യോജിക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ തുറന്നു നോക്കി, നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇരുന്ന് കഴിയുമ്പം ഇത് നന്നായിട്ട് കുറുകി വരും. ഇതാ ഇങ്ങനൊരു കറി റെഡിയാക്കിയാലുണ്ടല്ലോ, വഴുതനങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകട്ടോ. അത്ര ടേസ്റ്റാണ് ഈ വഴുതനങ്ങ കഴിക്കാൻ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പുളിയും എരിവും എല്ലാം ഈ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഈ ഒരു സമയത്ത് 2 കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എരിവും പുളിയും മധുരവും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ശർക്കര വേണച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതൊരു മധുരക്കറിയല്ല കേട്ടോ, മധുരമൊന്നും അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല. നമ്മളെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇതാ നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കണം. ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറ്റൽമുളക് ഒന്നിട്ടിട്ട് വറുത്തിടുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വറുത്തരച്ചിട്ടാണല്ലോ കറി റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ 1-2 ദിവസം നമുക്കിത് കഴിക്കാനും പറ്റും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.